ഇപ്പോൾ ഹിന്ദു ഐക്യവേദി മുഖ്യ രക്ഷാധികാരി കെ പി ശശികല ടീച്ചർ കൂടി നമുക്കൊപ്പം ചേരുകയാണ്. ടീച്ചർ, ഈ ശബരിമല സ്വർണ്ണ കവർച്ചയുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ മറ്റൊരു FIR രജിസ്റ്റർ ചെയ്യേണ്ടതില്ല എന്ന നിലപാടാണ് അന്വേഷണ സംഘത്തിനുള്ളത്. അതായത് പല വമ്പൻ സ്രാവുകളെയും ഒഴിവാക്കാൻ വേണ്ടിയാണ് ഇത്തരമൊരു നീക്കം എന്ന വിമർശനം ഈ ഘട്ടത്തിൽ ഉയരുന്നുണ്ട് ടീച്ചർ. ആ വിമർശനം അസ്ഥാനത്തല്ല. ഇവിടെ ഈ ഇടത് വലത് മുന്നണികള് ജനങ്ങളെ പറ്റിക്കാൻ വേണ്ടി ശരിക്കും പറഞ്ഞാൽ A ടീമും B ടീമുമായി ഒരു സൗഹൃദ മത്സരം കാഴ്ചവെക്കുകയാണ് എന്ന് വർഷങ്ങളായി ഇവിടുത്തെ ജനങ്ങൾക്കറിയാം. പക്ഷേ അത് ശബരിമലയുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ പോലും അവർക്ക് അത് ചെയ്യാൻ മടിയില്ല എന്ന് കാണുന്നത് അതൊരു വല്ലാത്തൊരവസ്ഥയാണ്. കാരണം ഇപ്പൊ പ്രശാന്ത് ആണെങ്കിലും അല്ലെങ്കിൽ ഇപ്പൊ കടകംപള്ളി ആണെങ്കിലും സംശയ സ്ഥാനത്ത് വരുന്ന കടകംപള്ളി ആണെങ്കിലും ഒന്നും സംരക്ഷിക്കുന്ന ഒരു ബാധ്യതയും നമ്മൾ പുറത്തുനിന്ന് നോക്കുമ്പോൾ UDFിനില്ല. മാത്രമല്ല അവര് പഞ്ചായത്ത് തെരഞ്ഞെടുപ്പാകട്ടെ അസംബ്ലി തെരഞ്ഞെടുപ്പാകട്ടെ ഈ സ്വർണ്ണക്കൊള്ള പ്രധാന വിഷയമായി ഉന്നയിച്ചുകൊണ്ടാണ് കോൺഗ്രസുകാർ വോട്ട് മേടിച്ചത്. ഒരു പക്ഷേ വോട്ട് കൊടുത്ത് ജനങ്ങൾക്ക് അങ്ങനെ വിശ്വാസം ഉണ്ടായിട്ടുണ്ടാവും. കാരണം തെരഞ്ഞെടുക്കപ്പെട്ട് കഴിഞ്ഞാൽ ഈ കൊള്ളയിലെ യഥാർത്ഥ പ്രതികൾ ആരാണ് എന്ന് പുറത്തു കൊണ്ടുവരും എന്നൊരു ധാരണ ഉണ്ടായിട്ടാണ്. പക്ഷേ ഇതിപ്പോ സംഭവിച്ചത് 1950-കളിലെ ശബരിമല തീവെപ്പ് കേസ് എങ്ങനെയാണോ EMS സർക്കാർ അട്ടിമറിച്ചത്, അന്നും ഇതേപോലെ ഭക്തജനങ്ങൾ ആ താല്പര്യത്തോടു കൂടിയാണ് EMS സർക്കാരിന്റെ അധികാരത്തിൽ കയറ്റിയത്. പക്ഷെ അധികാരത്തിൽ കയറിയപ്പോൾ അവരുടെ മറ്റും ഭാവമൊക്കെ മാറി. ഏത് കേസ്, ഏത് അയ്യപ്പൻ അല്ലെങ്കിൽ ഏത് ശബരിമല എന്ന ഭാവമാണ്. അതേ ഭാവമാണ് ഇപ്പോൾ സ്വദേശ് സർക്കാരിനും വന്നിരിക്കുന്നത്. UDF സർക്കാരിന് ഒരു ഉത്തരവാദിത്വം ഈ വിഷയത്തിൽ ഉണ്ടായെങ്കിൽ ഏറ്റവും ആദ്യം ഒരു ശ്രദ്ധിക്കേണ്ടിയിരുന്നത് ശബരിമല കൊള്ളയാണ്. അപ്പൊ അത് ഇങ്ങനെ ഇഴച്ച് നീക്കിക്കൊണ്ടുപോയി കേസ് ഒന്നും അല്ലാത്തൊരവസ്ഥയിലേക്ക് കൊണ്ടുവന്ന് എത്തിക്കുമ്പോൾ അത് ജനങ്ങളോട് ചെയ്യുന്ന, വോട്ട് ചെയ്ത് ജനങ്ങളോട് ചെയ്യുന്ന, പ്രതീക്ഷയോടെ അവർക്ക് വോട്ട് ചെയ്ത് ജനങ്ങളോട് ചെയ്യുന്ന ഒരു ചതി തന്നെയാണ്. പ്രശാന്തിനെ ആണെങ്കിലും കടകംപള്ളി ആണെങ്കിലും രക്ഷിക്കാം. അതിനുള്ള ഡീലിങ്സ് ആയിരിക്കാം ഒരു പക്ഷേ കടകംപള്ളി ഇപ്പോഴത്തെ ആഭ്യന്തരമന്ത്രിയായ രമേശ് ചെന്നിത്തലയൊക്കെ കൂടി നടത്തിയിട്ടുണ്ടാകുക. പെട്ടെന്ന് തന്നെ ഓടിച്ചെന്നൊക്കെ ഇത്തരത്തിലുള്ള കാര്യങ്ങളിലാണോ തീരുമാനമെടുത്തത് എന്ന് ന്യായമായും സംശയിക്കണം. ഇവിടെ കോടതിയുടെ മേൽനോട്ടത്തിലാണ് നടക്കുന്നത് എങ്കിൽ പോലും കോടതിയെ പോലും തെറ്റിദ്ധരിപ്പിക്കാൻ ഇവർക്ക് ആവുന്നുണ്ട് എന്നതാണ് നഗ്നമായ സത്യം. അപ്പോ അതുകൊണ്ട് ഈ കേസ് തേച്ചുമാറ്റി കളയാതെ ആത്മാർത്ഥതയുണ്ടെങ്കിൽ പുതിയ FIR ഇട്ട് ഇവർക്ക് മേലെല്ലാം അന്വേഷണം നടത്തിയാൽ വരും. നിലപാട് വ്യക്തമാണ്. ഹിന്ദു ഐക്യവേദിയുടെ മുഖ്യ രക്ഷാധികാരി കെ പി ശശികല ടീച്ചറാണ് പ്രതികരിച്ചത്.